ഹായ്, നമ്മുടെ അല്ലുമാമേന്റെ ഏറ്റവും പുതിയ സിനിമയാണ് വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയുള്ള പുഷ്പ 2 ഡിസംബർ 5-ാം തീയതി. ഡേറ്റ് മാറ്റുന്ന ഒരു വൃത്തികെട്ട പറച്ചിൽ കേൾക്കുന്നുണ്ട്. അത് ആലോചിച്ചിട്ടാണ് ടെൻഷൻ ആവണത്. സീരിയസ്ലി ഡേറ്റ് മാറ്റുന്നാണ് പറഞ്ഞു കേൾക്കണത്. അതിന്റെ ഡേറ്റിന് എന്തോ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഓൾറെഡി ഇതിന്റെ എന്താ പറയാ, ഈ സാധനം ഉണ്ടല്ലോ, ഫാൻ ഷോ ടിക്കറ്റ് വരെ അവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. എടുക്കാനും മറന്നല്ലോ. ഇപ്പൊ കാണിക്കാം. കണ്ട ഫെടക്കണ ഇതാ ഇതാണ് സാധനം. അപ്പോ അല്ലുമാമേന്റെ പടത്തിനുള്ള ടിക്കറ്റ് വരെ നമ്മൾ ഇവിടുത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു സംശയം എന്താ വെച്ചാൽ, ഇത്രയും ചെയ്തിട്ട് ഇവർ ഡേറ്റ് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം ഡേറ്റ് മാറ്റില്ല, ഈ ടിക്കറ്റ് വെച്ചിട്ട് തന്നെ ഇവര് നമുക്ക് അന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുമോ? അതല്ല ഇനി ഈ ടിക്കറ്റ് മേടിക്കാൻ വീണ്ടും അവിടെ വരെ പോയി മേടിക്കണോ? അത് മാത്രമല്ല, ഈ ടിക്കറ്റ് ഡേറ്റിന് റെഡി ആയിട്ടാണല്ലോ ഇവർ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവുക. അതായത് 5-ാം തീയതി. ഇനി ഇത് മാറ്റി മറ്റൊരു തീയതിയിലേക്ക് ആക്കിയാൽ അന്ന് വരാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? അവർക്ക് ടിക്കറ്റ് വേറെ കൊടുക്കുമോ, അല്ലെങ്കിൽ ആ ടിക്കറ്റിന്റെ പൈസ അവർ തിരിച്ചു കൊടുക്കുമോ, തുടങ്ങിയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഈ ഫാൻ ഷോയുടെ ടിക്കറ്റ് വരെ കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാൽ വളരെ ശക്തമായ രീതിയിൽ ഇങ്ങനെ റൂമർ കേൾക്കുന്നുണ്ട് ഈ സിനിമയുടെ ഡേറ്റ് മാറ്റും എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഇവിടെ 1 2 3 4 5 5 ടിക്കറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ, ഹാഷിം, മുന്ന, പിന്നെ 2 പേരും കൂടെ ഉണ്ട്. അത് പേര് പറയണോ എന്നാണ്, പക്ഷെ പറഞ്ഞാൽ നമുക്കൊരു മൈലേജ്. എന്റർടൈൻമെന്റ് കീഴിലെ മച്ചന്മാരാണ്. അങ്ങനെ 5 പേരും കൂടെ ഉള്ളത്. അത് കാണുന്നുണ്ടോ അറിയില്ല. എന്തായാലും ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ മര്യാദക്ക് ഇവരുടെ ഡേറ്റ് മാറ്റി കളിക്കുകയാണെങ്കിൽ ഭയങ്കര ശോകം പരിപാടിയായിരിക്കും. അപ്പൊ എന്താണെന്ന് അറിയില്ല. ആ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും കട്ട വെയിറ്റിംഗ് ആണ്. 5-ാം തീയതി ഇനി മാറ്റി 6-ാം തീയതി ആക്കിയാൽ പോലും സഹിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ദേഷ്യം വരും. 5-ാം തീയതി 4 മണിക്കാണ് ഷോ. അതും ഇവിടെ നിലമ്പൂര് ഫെയറിലാൻഡിൽ 7 മണിക്കാണ് ഈ സിനിമയുടെ ഷോ ഉള്ളത്. എന്നിട്ട് അവിടെ ടിക്കറ്റ് 7 മണിക്കായതുകൊണ്ട് 7 മണിക്കല്ല, അതിന് മുമ്പുള്ള 4 മണിക്ക് തന്നെ ഷോ കാണണം എന്നുള്ള വല്ലാത്തൊരു ആക്രാന്തം കാരണം നമ്മൾ എടുത്തിരുന്നതാ ഹരിഹർ ഫിലിം സിറ്റി 4K സോണി ഡോൾബി ഇറ്റാലിയൻ 18 സൗണ്ട് 3D സ്ക്രീൻ 1. അതിലാണ് നമ്മൾ പോയി എടുത്തിട്ടുള്ളത്. അതെവിടെ? വണ്ടൂരിലേക്ക് ഇവിടുന്ന് എത്ര ദൂരം പോകണമെന്ന് അറിയും. 1.5 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉണ്ട്. അത്രയും പോയിട്ട് നമ്മളിവിടെ കാണാൻ വേണ്ടി ഇത്രയും കാത്തിരുന്ന അങ്ങനെ ആവേശത്തോടെ കാത്തിരുന്നിട്ട് ഇവര് ഡേറ്റ് മാറ്റി കഴിഞ്ഞാൽ എന്ത് ഊള പരിപാടിയായിരിക്കും. അല്ലുമാമൻ തന്നെ പറ, അല്ലെങ്കിൽ മല്ലു തന്നെ പറ. അത് ചെറ്റത്തരാണ്. അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കരുത് എന്ന് അണ്ണനോട് താഴ്മയായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ഇനി പറയാനുള്ളത്, ഈ സിനിമയിലെ കിസിക് എന്ന് പറഞ്ഞുള്ള സോങ് ഉണ്ടല്ലോ, അത് ഡാൻസിങ് ക്വീൻ ശ്രീലക്ഷ്മി അങ്ങനെ എന്താ പേര്, എന്തായാലും പുള്ളിക്കാരി. പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ ഇതിൽ അടിപൊളിയെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. നാളെയാണ് ഈ സാധനം വരിക, 7/2 വരിക. നല്ല കീടുള്ള സാധനം അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. എന്തായാലും നമുക്ക് ആ പ്രൊമോ ഒന്ന് കണ്ടു നോക്കാം. റെഡി? ഞാനേ ഈ സോങ് സത്യത്തിൽ ഈ ഒരു ട്യൂണിലായിരിക്കും ഞാൻ വിചാരിച്ചില്ല. പ്രത്യേകിച്ച് ഒരു ട്യൂണൊന്നും വിചാരിച്ചിട്ടില്ല. എന്നാലും ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം പിടിച്ചിട്ടുള്ള സാധനമായിരിക്കും വിചാരിച്ചു. ഇത് ഡിഫറെൻ്റ് ആണ്. എന്നാലും ഞാൻ വിചാരിച്ചതിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ നല്ല അടിപൊളി വൈബ് സ്റ്റെപ്പുകൾ അല്ലുവിൻ്റെ ഇതിൽ കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളിക്കാരൻ്റെ ആണെങ്കിലും നല്ല അടിപൊളി മൂവ്മെന്റ്സ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കിസിക്കി ആ സാധനം കൊള്ളാം. അപ്പോൾ നാളെ 7/2 ഇതിൻ്റെ ഫുൾ വീഡിയോ വരുമ്പോൾ അതുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ഇതൊക്കെ തന്നെ പറയേണ്ടത്. ഒരു രസം.